ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വൈറൽ ഫേസ് പാക്ക് ആയിട്ടാണ്. ഞാൻ ടിക്ടോക്കിൽ കണ്ട ഒരു ഫേസ് പാക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലൊക്കെ കലക്കി ഉപയോഗിക്കുന്ന ഒരു കസ്കസ് ഇല്ലേ, അത് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. പലരും കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് ഇത് കസ്കസ് വെച്ചിട്ടല്ല, കസ്കസിനെ പോലെ തന്നെയുള്ള ഒരു ചിയ സീഡ് എന്നുള്ള സംഭവം വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യണത് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ കണ്ട ഒന്ന് രണ്ട് വീഡിയോയിൽ അത് നോർമൽ കസ്കസ് വെച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നല്ല എഫക്റ്റ് ഉണ്ട്, മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ട്, വൈറ്റനിങ് ആവുന്നുണ്ട് എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയണത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചിയ സീഡും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ കസ്കസ് ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കസ്കസ് നമ്മൾ നോർമൽ അധികം ആൾക്കാർ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ എൻ്റെ വീട്ടിലും ഉണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്നും അത് എത്രത്തോളം നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വൈകാതെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട മെയിൻ ഐറ്റം, കസ്കസ്. ഇത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുണ്ടാക്കുന്ന 2 രീതിയിൽ കണ്ടിട്ടുണ്ട്. ഈ കസ്കസ് ആദ്യം പൊടിച്ചിട്ട് കുതിർത്തിട്ട് യൂസ് ചെയ്യണതും, പിന്നെ രണ്ടാമത്തേത് എന്താ വെച്ചാൽ കസ്കസ് കുതിർത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതാക്കണതുമാണ്. ഞാൻ അങ്ങനെ 2 രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ട അധിക വീഡിയോസിലും ആദ്യം കസ്കസ് പൊടിച്ചിട്ട് ഉപയോഗിക്കണതാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് അലോവേര ജെല്ല് ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എത്രത്തോളം പാൽ വേണ്ടി വരുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു 7 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ കുതിരാൻ വേണ്ടി വെച്ചു. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് കുറച്ചൊരു 10 മിനിറ്റ് കൂടി വെച്ചപ്പോൾ നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് മുഖം കഴുകണം. ഞാനത് മുഖം കഴുകിയിട്ടാണ് വന്നിട്ടുള്ളത്. കൺമഷി കളഞ്ഞിട്ടില്ല എന്നുള്ളൂ, ബാക്കി മുഖമൊക്കെ ക്ലീനാണ്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാനാണ് ആ വീഡിയോയിലുള്ളത്. പക്ഷേ ഇത് എത്രത്തോളം ഉണങ്ങുമെന്ന് എനിക്കറിയില്ല. ഒരു 15-20 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എത്രത്തോളം ഉണങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ അങ്ങനെ സംഭവമായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഉണങ്ങി വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് തുടച്ച് കളയാം. അപ്പോൾ ഞാനത് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കാം.
ഇപ്പം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഒരു ഫ്രഷ് ലുക്ക് ഉണ്ട്, ഒരു ബ്രൈറ്റനിങ് ലുക്ക് ഉണ്ട്. മുഖം നന്നായിട്ട് മോയ്സ്ചറൈസ് ആവുന്നുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഇതാവട്ടെ നമുക്ക്. നമ്മൾ മുഖം തൊടുമ്പോൾ തന്നെ ആ ഒരു തണുപ്പും, ഈ പാക്ക് ഇട്ടാൽ തന്നെ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ആ തണുപ്പും നല്ല നമ്മളെ മുഖം അത്രയും ഫ്രഷായിട്ട് സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല കാര്യമാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് പാക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് മുടിയിൽ മാക്സിമം ആവാതെ ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗത്ത് കവർ ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റിക്കി ഫോം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ നിന്നൊക്കെ ഇത് കളയാൻ നല്ല പാടുപെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ എനിക്ക് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ്, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ പാക്കിൻ്റെ ബെനിഫിറ്റ് ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. ഒരു ഫ്രഷ് ലുക്ക് ഉണ്ട്, നന്നായിട്ട് മോയ്സ്ചറൈസ് ആവുന്നുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ വൈറ്റനിങ് ആവുന്നുണ്ടാവും. ഇപ്പോൾ എന്തായാലും ഒരു ബ്രൈറ്റനിങ് ലുക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ആ മാസ്ക് ഇട്ടിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ അപ്പോൾ ഒരു ബ്രൈറ്റനിങ് ലുക്കും ഒരു ഫ്രഷ് ലുക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് നോർമലായിട്ടുള്ള ആ ഒരു സ്കിന്ന് തന്നെ ആയി. ഞാൻ അതിൻ്റെ പിറ്റേന്ന് ഞാൻ യൂസ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് സംഭവമായിട്ടുള്ളൊരു മാറ്റം എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ എൻ്റെ സ്കിന്നിന് എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്കത് ഒരു സംഭവമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഈ പാക്കിനോടുള്ള ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.